ലഡു വാങ്ങി, ആ മൈസൂർ പാക്ക് വാങ്ങി, ആ മലായി പേട വാങ്ങി, സ്ട്രോബെറി പേട വാങ്ങി. ഉച്ചക്കായിരിക്കും ഫുഡ് പാർട്ടിയും കാര്യങ്ങളും പിന്നെ എല്ലാവരും വരുന്നതൊക്കെ കേട്ടോ, മധുരം കൊടുക്കുന്ന ചടങ്ങൊക്കെ. അതായത് കാസർഗോഡ് സദക്ക് എന്ന് പറയും. സദക്ക്. സ്റ്റീം അപ്പം. സ്റ്റീം അപ്പം. വാഴയിലയില്. എന്താ സോഫ്റ്റ് എന്നറിയോ ഒരു രക്ഷ. ഇത് കണ്ടിട്ട് ആരും ബേബി ഷവറിന്റെ ഷൂട്ടാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളെ അപ്പമംഗലത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ഫസ്റ്റ് ഇപ്പൊ നമ്മള് ഇന്ന് രാത്രി തന്നെ പർച്ചേസ് ചെയ്യണം. കാരണം നമ്മൾ രാവിലെ എണീറ്റിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങും. അപ്പൊ നമുക്ക് ടൈം ഉണ്ടാവില്ല, മധുരങ്ങൾ വാങ്ങാനൊന്നും ടൈം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ബേക്കറിയിൽ നമ്മൾ കയറിയതാണ് കേട്ടോ. ഈ ബേക്കറിന്റെ പേരെന്ത്? ഗോൾഡൻ ബേക്കറി. നല്ലൊരു സ്പെഷ്യൽ ബേക്കറിയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പാർട്ണർഷിപ്പ് ഉണ്ടാ? അല്ല അതിന്റെ പ്രൊമോഷൻ അതെടുത്ത് തരുന്നുണ്ടെന്നുള്ള ബില്ല് ഞാൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസിന് വന്നാണ്. ലഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കാണ്. ഓക്കെ, പപ്പ അവിടെ ചൂസ് ചെയ്തോണ്ടിരിക്കണേ. നമുക്ക് പോയേക്കാം. പപ്പ എന്തൊക്കെയാ വാങ്ങിയ? ലഡു വാങ്ങി, ആ മൈസൂർ പാക്ക് വാങ്ങി, ആ മലായി പേട വാങ്ങി, സ്ട്രോബെറി പേട വാങ്ങി. എല്ലാ മധുരം ഉണ്ടായിക്കോട്ടെ അല്ലേ? ഇപ്പൊ ലഡു, മൈസൂർ പാക്ക്, മലായി പേട, സ്ട്രോബെറി പേട പോരാ മതി. ഇത് മാൽപുരി ആ ഒരു പാക്കറ്റ് ഓളിക്കും കേട്ടോ. എന്താണ് പപ്പ സാധനം? ഓളിക്ക ഓളിക നമ്മൾ മലപ്പുറം കിട്ടൂല. ഇത് ഇവിടുത്തെ കാസർഗോഡ് സ്പെഷ്യലാണ് ഓളിക. ആ ഓക്കെ. ഇതൊരു ചപ്പാത്തി പോലെ ഉണ്ടാവും, പക്ഷെ ഇത് ഒരു സ്വീറ്റ് ആണ്. നല്ല രസമാണ്. നമുക്ക് കടലക്ക മിഠായി വേണപ്പാ. കടല മിഠായി ഇവിടെ ഇതല്ല. ഈ കടല മിഠായി മിഠായി കടല മിഠായില്ലേ? കടല മിഠായി അപ്പിലാത്തുന്നത് ബോംബെ സ്പെഷ്യലാണ്. അത് ഇത് കാണില്ല, അത് ബോംബെ തന്നെ അപ്പിലാത്തുന്നത് ബോംബെ. ഓക്കെ, അപ്പൊ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ഊഞ്ഞാലിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് വേഗം തീർക്കുകയാണ്. കാരണം നമ്മളെ നിയാസാപ്പ് ഇന്ന് ഫ്രീ ഇല്ല. നിയാസാപ്പൊക്കെ ഇന്ന് വർക്കുള്ളതാണ് കേട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ. ഓക്കെ, 3 മീറ്റർ എടുക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടാ. രാവിലെ തന്നെ ഇതാ ഇത്രയും ഫ്ലവേഴ്സ് വാങ്ങിക്കുന്നേ. ഇതൊക്കെ വാങ്ങി വണ്ടി കേറാൻ നേരത്താണ് ഇത് അസ്ലമപ്പ കാണുന്നത്. ഉപരി ഇതൊക്കെ പണം റിട്ടേൺ കൊടുത്തിട്ട് അത് കുറച്ച് പറിച്ച് വീട്ടിൽ പോയാലോ? ആ അതെ, ആ ഫ്ലവറും ഉണ്ട്. അതൊഴിച്ചിട്ട് വേണം നേരെ വേണം പോയി കിടക്കാൻ. സബ്ജയിലിന്റെ മുന്നിലാ വണ്ടി കൊണ്ടിട്ടേക്കണേ. വണ്ടി ഇവിടെ കിടന്നോട്ടെ, നേരെ അതിന്റെ ഉള്ളിൽ കയറി കിടക്കേണ്ടി വരും. അതായത് മുംതസാത്ത ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ എന്റെ നാട്ടിൽ ഇങ്ങനെ റോളല്ലേ ചെയ്തത്, ഇവിടെ അത് ചെയ്യണ്ട, ഇവിടെ ഇങ്ങനെയാണ് ഡെലി. ഇങ്ങനെ യെസ് ഇങ്ങനെയാണ് ഡെലിവറി പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെയായിരിക്കും വെക്കുക. പിന്നെ രാവിലെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുല്ലപ്പൂ ഇതൊരു രക്ഷയില്ല കേട്ടോ, എന്തൊരു സ്മെല്ലാണെന്നറിയോ. സത്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അന്ന് നമ്മൾ ഇട്ടത് മുന്തശത്ത് പറഞ്ഞത് നമ്മൾ അന്നിട്ട് മുല്ലപ്പൂ മലപ്പുറത്തെ മുല്ലപ്പൂ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ്. അത് സ്മെല്ലൊന്നും ഇല്ലായിരുന്നു. ഇത് ഭയങ്കര സ്മെല്ല്. ഇപ്പൊ ഈ റൂമിലൊന്നും നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് സ്മെല്ലാണ് വരുന്നത് കേട്ടോ. യെസ്, നമ്മളെ ഫോട്ടോഗ്രാഫർ നിയാസാപ്പ് ഇപ്പൊ വരും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. യെസ്, ഞങ്ങളത് സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ ബാക്കി പണി നോക്കിട്ടാ. അപ്പോൾ ഗൈസ്, നമ്മളെ ഡെക്കറേഷൻസ് ഒക്കെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ അസ്ലമാപ്പയാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പകുതി മാറ്റി സെറ്റായി ഇല്ലേ? സാരിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ മുല്ലപ്പൂവാണ്. ഇത് എന്താ പറയുക, ഈ ഭാഗം വിട്ടാൽ പിന്നെ കിട്ടൂല എന്നാ പറഞ്ഞു. കാഞ്ഞങ്ങാടോ അല്ലേ? കാഞ്ഞങ്ങാട് ഭാഗം വിട്ടാൽ പിന്നെ കിട്ടൂല.
നമ്മളെ നാട്ടിൽ കിട്ടാനില്ല ഈ ഒരു സെയിം മോഡൽ. എന്തോ ഒരു സ്മെല്ലാണെന്ന് അറിയോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാ അല്ലേ. ഒക്കെ അടിപൊളിയായിക്കണ്. ഫോട്ടോഷൂട്ട് രാവിലെ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് തീർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നിയാസാപ്പക്ക് വർക്ക് ഉണ്ട്. സോ രാവിലെ തന്നെ ഫോട്ടോഷൂട്ട് തീർത്തിട്ട് ഉച്ചക്കായിരിക്കും ഫുഡ് പാർട്ടിയും കാര്യങ്ങളും പിന്നെ എല്ലാവരും വരുന്നതൊക്കെ കേട്ടോ, മധുരം കൊടുക്കുന്ന ചടങ്ങൊക്കെ. ഓക്കെ, എന്തായാലും ഫോട്ടോഷൂട്ട് നമുക്ക് ജസ്റ്റ് ചെറിയ വ്ളോഗ് എടുക്കാം. അപ്പോൾ നമ്മളെ സ്വീറ്റ്സ് ഒക്കെ റെഡിയാണ്, ജുബി റെഡിയാണ്, പിന്നെ നമ്മുടെ നിയാസാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ഫോട്ടോഗ്രാഫർ നിയാസാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങില്ലേ? നിങ്ങൾക്ക് ഇത് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് തള്ളിയതാണോ സത്യം പറഞ്ഞോ? അല്ല, നിങ്ങൾക്ക് ഇവിടെ തിരിച്ച് വലിയ ഓട്ടം കാണുന്നില്ല, അതുകൊണ്ട് വെച്ചത്. കാരണം എന്താ, നിങ്ങൾക്ക് വേണ്ടി രാവിലെ തൊട്ട് ഫുള്ള് അത് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാമറ എടുക്കാൻ സ്ലോ മോഷനിൽ നടന്നത് നടക്കൂലല്ലോ. ക്യാമറ എടുത്തതിന് ശേഷം പിന്നെ വർക്ക് നല്ല ചെയ്താലും കുഴപ്പമില്ല. എന്നെ തറയാക്കിയിട്ട് അടക്കുള്ളൂ. ഇപ്പൊ കാണാൻ ശരിയാ, നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. മറ്റേ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു, നല്ല വെയിലുള്ള സമയമല്ലേ. സോ ഇനി പച്ചാറപ്പുറ ഫോട്ടോ അടി. കൂലിപ്പണി രാജൻ, രാജൻ കൂലിപ്പണി. അസ്ലം ചേട്ടൻ നമ്പർ ഞാൻ താഴെ കൊടുക്കട്ടോ, പണിക്ക് വേണ്ട കോണ്ടാക്ട് ചെയ്തോളൂ. അതാ ആരെങ്കിലും പണിക്ക് പോലും അതെ. ഇതാ ഒന്നുകൂടി കളർഫുൾ ആയത് ഇതാണ് അല്ലേ. കഴിഞ്ഞോ നിയാസപ്പ ഭയങ്കര ഡെഡിക്കേഷൻ ആണ് കേട്ടോ നമ്മളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് ഇന്നത്തെ വർക്കൊക്കെ ക്യാൻസൽ ചെയ്ത് വൈകുന്നേരം വരെ ഷൂട്ടിൽ നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. കുട്ടി കൊലിച്ചു പോയാ പിന്നെ ഇന്നെ നോക്കും കേട്ടോ, ഇന്നെ നോക്കുമ്പോൾ അവളെ ഭംഗി വേറെ തന്നെയാണ്. അയ്യോ എനിക്കല്ല കുഞ്ഞാലി കുലിക്കുന്നു. അല്ല ഇന്നെ നോക്കിയവൾക്ക് പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് വരും, ഡെയിലി ഇടുന്നല്ലേ. ഇതിലേക്ക് ആറ്റിറ്റ്യൂഡ് മാച്ചാ പോനിയാ സപ്പ നോക്കട്ടെ. കുറച്ചും കൂടി കുപ്പിവെള്ളം ആവാമായിരുന്നു അല്ലേ ജു? കുപ്പിവെള്ളം വേണ്ടേ? ഇപ്പോൾ ആകെ ആ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്നത് ആ കുറച്ച് കുപ്പിവെള്ളം ആ സാരിയും. മുല്ലപ്പൂവൊക്കെ കുഞ്ഞു പോകണ്ട ഗൈസ്. ഇത് കണ്ടിട്ട് ആരും ബേബി ഷവറിന്റെ ഷൂട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ബേബി ഷവറിന്റെ ഷൂട്ട് നമ്മൾക്ക് വേറെ വരുന്നുണ്ട് കേട്ടോ. അത് നിയാസപ്പ ഗ്രാൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് അല്ലേ നിയാസപ്പ? ആയിക്കോട്ടെ. ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. പാക്കപ്പ് ആണോ? പാക്കപ്പ് അല്ലേ? ഓക്കെ. അതായത് മൂപ്പര് ഇനി വർക്കിന് പോയാൽ വരൂല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ പപ്പന്റെ ഫ്രണ്ട് അലിഖാന്റെ ഒക്കെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് പറഞ്ഞപ്പോ അലിഖാന്റെ ബിരിയാണിയാ ഞാൻ പോയിട്ട് എപ്പോഴാ വരണ്ടേ നിന്നോട്. എന്തായാലും നിങ്ങൾ പോയിട്ട് വരി. പപ്പ പിന്നെ അറിയാലോ ഡെയിലി ഉള്ള വന്നതിന് ശേഷം ദമ്പ് പൊട്ടിച്ചാ മതി. എന്തേലും ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാവും അല്ലേ? യെസ്, നമ്മളെ ചടങ്ങ് ഒരു ഉച്ചക്കാണ്, എല്ലാരും വരും കേട്ടോ. ഒരു അപ്പ കാണാം ഇൻഷാല്ലാ, കാരണം ഫുഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കായിരുന്നപ്പോൾ ഇന്ന് ഇവിടെ സ്പെഷ്യലാണ്. ഈ സ്പെഷ്യലിൻ്റെ പേരെന്തായിരുന്നു അസ്ലംപ്പ?
സദക്ക്, അതായത് കാസർഗോഡ് സദക്ക് എന്ന് പറയും. സദക്ക്. സ്റ്റീം അപ്പം. സ്റ്റീം അപ്പം. വാഴയിലയില്. എന്താ സോഫ്റ്റ് എന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയുണ്ട് ജോ? എന്നോട് പപ്പ പറഞ്ഞു അങ്ങനെയല്ല, പപ്പ എന്താ ചെയ്താരോ, ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ മീൻകറി മൊത്തമായിട്ട് ഇതിൽ അങ്ങോട്ട് ഒന്നായിട്ട് പരക്കിയിട്ട് നല്ല എന്നോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ കഴിക്കണ്ട അപ്പാണ് ഇത്. അങ്ങനെ കേക്കണ്ട. എന്താ കറക്റ്റ് ആണ് ജുബിന്റെ കോമ്പിനേഷൻ. ഇതെന്താ കോഴിക്കോടുണ്ടോ ഈ സ്പെഷ്യല്? ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ കടുമ്പ് എന്ന് പറയും, കടുമ്പ് ഇതിനെ വേറെ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ഞാൻ എത്ര കഴിച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. 1, 2, 3 ഒന്നല്ല ഞാൻ കഴിച്ചത്. ഞാൻ തന്ത്ര പോവാൻ നേരത്ത് പൂവാ വാങ്ങാണ്ട് കണ്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി. ആ കാത്തി കുത്തിരുന്നാ മതി. മെയിലല്ലെങ്കിൽ ഒരു പരിപാടിക്ക് എന്നെ കിട്ടൂല. ഓക്കെ, അതെ. ജുബിക്ക് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഹസ്ബൻഡ് പാവ. ആ പറഞ്ഞു കൊടുക്കാം അസ്ലമാപ്പ, നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, യെസ് യെസ്. അസ്ലമപ്പ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ പേടി ഉണ്ടോന്നൊരു സംശയം അസ്ലമപ്പാക്ക്. പേടിയില്ല. അപ്പൊ നിങ്ങൾ ഇത് കഴിക്കുന്ന മുമ്പ് കുളിക്കണ വേണ്ടത് 2 വട്ടം ചോദിക്കുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ ചോദിക്കണോ ഇല്ലെങ്കിൽ പ്രശ്നമാണ് നിന്നോട്. ഇത് പോയി ഫ്ലോപ്പായി. അടിയിലെ പുട്ടെന്ന് കണ്ടിട്ടില്ല. സോറി ആയിട്ടില്ല. ഓക്കെ, ശരി.